ഇന്ന് നമുക്ക് ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്ററിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആരംഭിക്കുകയാണ്. അപ്പോൾ നമുക്കതിൽ പ്രതീക്ഷിക്കാവുന്നൊരു മോഡ്യൂളാണ് സേഫ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻ ഏതൊക്കെ ഏരിയയിൽ നിന്ന് വരുമെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ്, ജനറലി ആക്സിഡൻറ്റ്സ് ഡു നോട്ട് ഹാപ്പൻ, ദേ ആർ കോസ്ഡ്. മോസ്റ്റ് accidents are avoidable. Okay, a good craftsman having a knowledge of various safety precautions can avoid accident to himself and to his fellow workers and protect the equipment from any damage. ഇപ്പോൾ ഒരു ക്രാഫ്റ്റ്മാന് അല്ലെങ്കിൽ ഒരു വർക്കറിന് ആ സേഫ്റ്റി പ്രിക്കോഷനെ കുറിച്ച് നല്ലൊരു ധാരണയുണ്ടെങ്കിൽ, അറിവുണ്ടെങ്കിൽ, അയാൾക്ക് ആക്സിഡൻറ്റ് ഉണ്ടാകുന്നതിൽ നിന്നും അയാളുടെ കോ വർക്കേഴ്സിന് ആക്സിഡൻറ്റ് ഉണ്ടാകുന്നതിൽ നിന്നും അവോയ്ഡ് ചെയ്യാം. അതുകൂടാതെ ആ എക്യുപ്മെൻറ്റിന് ഡാമേജ് വരുന്നതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാം. ടു അച്ചീവ് ദിസ്, ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ് എവറി പേഴ്സൺ ഷുഡ് ഫോളോ സേഫ്റ്റി പ്രൊസീജിയർ. അപ്പോൾ ഓരോ ആൾക്കാരും സേഫ്റ്റി പ്രൊസീജിയർ ഫോളോ ചെയ്തിരിക്കണം. നമുക്ക് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ കാണുന്ന 3 ടോപ്പിക്കാണ്: ജനറൽ സേഫ്റ്റി, പേഴ്സണൽ സേഫ്റ്റി, മെഷീൻ സേഫ്റ്റി. ഇതിൽ ഓരോ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പോ അല്ലെ ഇത് ഏതിൽ പെടുന്നതാണെന്നുള്ള രീതിയിലോ ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇപ്പോൾ ഈ ഫിഗറിലോട്ട് നോക്കാൻ നേരത്ത് ഒരു പേഴ്സണൽ സേഫ്റ്റിയുടെ കാര്യമാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് റോങ് ആയിട്ടുള്ള സേഫ്റ്റി പ്രൊസീജിയറാണ് കാണിച്ചിരിക്കുന്നത്. ലോങ് ഹെയർ പാടില്ല, ഷോർട്ട് ഹെയർ ആയിരിക്കണം. ഓക്കെ, ഷാർപ്പ് ടൂള് നമ്മുടെ പോക്കറ്റിലൊന്നും വെക്കാൻ പാടില്ല. ബട്ടൺ എന്ന് പറയുന്നത് ഫാസ്റ്റൻ ചെയ്തിരിക്കണം. ഇവിടെ ബട്ടൺ മിസ്സിങ് ആണ്. ഓക്കെ, പിന്നെ ലൂസ് കഫ്. ഇപ്പം നമ്മുടെ ഷർട്ടിൻ്റെ സ്ലീവ്, ഓക്കെ, അത് ലൂസായിട്ട് ഇടാൻ പാടില്ല. ആ സ്ലീവ് ടൈറ്റ്ലി റോൾ ചെയ്തിരിക്കണം, എബോ എൽബോ. ഇപ്പോൾ ഈ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. റോൾ അപ്പ് ദ സ്ലീവ്സ് ടൈറ്റ്ലി എബോ ദ എൽബോ. പിന്നെ ഇതേപോലെ ഈ പാൻറ്റിൻ്റെ പോർഷൻ എന്ന് പറയുന്നത് ഹോൾ ഇൻ പോക്കറ്റ്. ഓക്കെ, അവിടെ നമ്മൾ സ്റ്റീൽ റൂളോ അതുപോലെയുള്ള സാധനങ്ങളോ വെക്കാൻ പാടില്ല. പിന്നെ ഈ ഓവറോൾസ് ടു ലോങ്, അതായത് ഒരു 1 പീസ് ഓവറോൾ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ ബോയിലർ സ്യൂട്ട് എന്ന് പറയും. ഈ നേവിയിലൊക്കെ യൂസ് ചെയ്യുന്ന ഈ പാൻറ്റും ഷർട്ടും ഒരു ഒറ്റ പീസായിട്ട് വരുന്ന ഡ്രസ്സാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഓവറോൾസിൻ്റെ നമുക്ക് പാകമായിട്ടുള്ള ഇത് തന്നെ എടുത്തിടണം. ഈ കാലിലോട്ട് ബൂട്ടിലോട്ട് അത് കയറി കിടക്കാൻ പാടില്ല. കറക്റ്റ് ഓവറോൾ ആയിരിക്കണം നമ്മൾ ധരിക്കുന്നത്. പിന്നെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഷൂസ് യൂസ് ചെയ്യാൻ പാടില്ല. സേഫ്റ്റി ഷൂസ് ആയിരിക്കണം നമ്മൾ വർക്ക്ഷോപ്പിൽ യൂസ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയയിൽ നിന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ സേഫ്റ്റി ഇൻ എ വർക്ക്ഷോപ്പ് ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു 3 കാറ്റഗറീസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു വർക്ക്ഷോപ്പിലെ സേഫ്റ്റിയെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് പ്രധാനമായിട്ടും 3 കാറ്റഗറിയാണ്. ഒന്ന് ജനറൽ സേഫ്റ്റി, പേഴ്സണൽ സേഫ്റ്റി, മെഷീൻ സേഫ്റ്റി. ഇപ്പോൾ ജനറൽ സേഫ്റ്റിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നതെന്ന് ആദ്യം അറിഞ്ഞിരിക്കണം. ഇപ്പോൾ കീപ് ദ ഫ്ലോർ ആൻഡ് ഗാങ് വേസ് ക്ലീൻ ആൻഡ് ക്ലിയർ. ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിലെ ഫ്ലോറ് അല്ലെങ്കിൽ ഗാങ് വേസ് ക്ലീനും ക്ലിയറും ആയിരിക്കണം. അത് ജനറൽ സേഫ്റ്റിയിൽ വരുന്നതാണെന്ന് ഓർക്കുക. പിന്നെ മൂവ് വിത്ത് കെയർ ഇൻ ദ വർക്ക്ഷോപ്പ്, ഡു നോട്ട് റൺ. ഇപ്പോൾ വർക്ക്ഷോപ്പിൽ നമ്മൾ മൂവ് ചെയ്യുന്നത് വളരെ കെയർ ആയിട്ടായിരിക്കണം, അവിടെ ഓടാൻ പാടില്ല. ഡു നോട്ട് ലീവ് ദ മെഷീൻ വിച്ച് ഈസ് ഇൻ മോഷൻ. ഇപ്പോൾ നമ്മളൊരു മെഷീൻ ഓണാക്കി ഇട്ടതിന് ശേഷം അവിടെ നിന്ന് പോകാൻ പാടില്ല. ഡു നോട്ട് ടച്ച് ഓർ ഹാൻഡിൽ എനി എക്യുപ്മെൻറ്റ് മെഷീൻ അൺലെസ് ഓതറൈസ് ടു ഡു സോ. ഇപ്പോൾ നമുക്കൊരു കാര്യമുണ്ട്, നമ്മളൊരു വർക്ക്ഷോപ്പിലേക്ക് ചെല്ലാൻ നേരത്ത് അതിന് നമുക്ക് അതിൻ്റെ വർക്കിംഗ് അറിയാതെ ആ എക്യുപ്മെൻറ്റിൽ ടച്ച് ചെയ്യാനോ ആ മെഷീനിൽ യൂസ് ചെയ്യാനോ പാടില്ല. അതിനുള്ള ഓതറൈസേഷൻ അധികാരം നമുക്ക് കിട്ടിയതിന് ശേഷം മാത്രമേ ആ എക്യുപ്മെൻറ്റോ മെഷീനോ നമ്മൾ ടച്ച് ചെയ്യാനോ ഹാൻഡിൽ ചെയ്യാനോ പാടുള്ളൂ. ഡോണ്ട് വാക്ക് അണ്ടർ സസ്പെൻഡഡ് ലോഡ്സ്. ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുകയാണ്, മേളിലൊരു സസ്പെൻഡഡ് ലോഡുണ്ട്, അപ്പോൾ അതിൻ്റെ അടിയിലൂടെ നമ്മൾ നടക്കാൻ പാടില്ല. ഡോണ്ട് കട്ട് പ്രാക്ടിക്കൽ ജോക്സ് വൈൽ ഓൺ വർക്ക്. ഇപ്പോൾ ഈ വർക്കിനിടയ്ക്ക് നമ്മൾ പ്രാക്ടിക്കൽ ജോക്സ് ഒന്നും പറയാൻ പാടില്ല. നെക്സ്റ്റ്, യൂസിങ് കറക്റ്റ് ടൂൾസ് ഫോർ ദ ജോബ്. ഇപ്പോൾ ഒരു ജോബിന് കറക്റ്റ് ടൂളായിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ സ്പാനർ യൂസ് ചെയ്യേണ്ട സ്ഥലത്ത് നമ്മൾ കട്ടിംഗ് പ്ലെയർ യൂസ് ചെയ്ത് അത് അഴിക്കാൻ പാടില്ല. ഓക്കെ, അല്ലെങ്കിൽ കോമ്പിനേഷൻ പ്ലെയർ. അപ്പോൾ സ്പാനർ 14 ആണെങ്കിൽ ആ ടൂള് തന്നെ വേണം നമ്മളവിടെ യൂസ് ചെയ്യാൻ. കീപ് ദ ടൂൾസ് അറ്റ് ദെയർ പ്രോപ്പർ പ്ലേസ്. ഇപ്പോൾ നമുക്കൊരു കാര്യമുണ്ട്, ടൂൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വേറെ എവിടെയെങ്കിലും കൊണ്ട് വെക്കും. ഇപ്പോൾ ഒരു ഹാങ് ചെയ്യേണ്ട ഒരു ടൂളാണെന്നുണ്ടെങ്കിൽ അത് അവിടെ തന്നെ ഹാങ് ചെയ്തിരിക്കണം, പ്രോപ്പർ പ്ലേസിൽ തന്നെ നമ്മൾ കീപ്പ് ചെയ്തിരിക്കണം. പിന്നെ വൈപ്പ് ഔട്ട് സ്പ്ലിറ്റ് ഓയിൽ ഇമ്മീഡിയറ്റ്ലി. ഇപ്പോൾ തെറിച്ച് വീഴുന്ന ഓയിൽ കാണും, ആ ഓയിൽ നമ്മൾ വൈപ്പ് ഔട്ട് ചെയ്തിരിക്കണം, അതായത് തുടച്ച് മാറ്റിയിരിക്കണം. ഫ്ലോറിൽ വീണ് കഴിഞ്ഞാൽ അവിടെ സ്ലിപ്പ് ഉണ്ടാകാനൊക്കെ ചാൻസ് ഉണ്ട്.
റീപ്ലേസ് വേൺ ഔട്ട് ഓർ ഡാമേജ് ടൂൾസ് ഇമ്മീഡിയറ്റ്ലി. ഡാമേജ് ആയിട്ടുള്ള ടൂൾസോ വേൺ ഔട്ട് ആയിട്ടുള്ള ടൂൾസോ നമ്മൾ റീപ്ലേസ് ചെയ്തിരിക്കണം. നെവർ ഡയറക്റ്റ് കംപ്രസ്ഡ് എയർ അറ്റ് യുവർ സെൽഫ് ഓർ അറ്റ് യുവർ കോ വർക്കർ. ഇപ്പോൾ നമുക്ക് ചിപ്പിംഗ് ഒക്കെ പ്രോസസ്സ് നടക്കുന്ന സ്ഥലത്ത്, ഇപ്പോൾ ഗ്രൈൻഡിങ്, ചിപ്പിങ്, അവിടെയൊക്കെ നമ്മൾ കംപ്രസ്ഡ് എയർ, ഈ ബർസും ചിപ്സും ഡസ്റ്റും ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് കംപ്രസ്ഡ് എയർ അവിടെ കൊടുത്തിരിക്കും. അപ്പോൾ ആ കംപ്രസ്ഡ് എയർ എന്ന് പറയുന്നത് നമ്മുടെ നേർക്കോ അല്ലെങ്കിൽ നമ്മുടെ കോ വർക്കറിൻ്റെ നേർക്കോ ഡയറക്റ്റ് അടിക്കാൻ പാടില്ല. ഓക്കെ. നെക്സ്റ്റ്, എൻഷുർ അഡിക്വേറ്റ് ലൈറ്റ് ഇൻ ദ വർക്ക്ഷോപ്പ്. ഇപ്പോൾ നല്ല ലൈറ്റും വെന്റിലേഷനും ഒക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കണം വർക്ക്ഷോപ്പിൽ. എങ്കിൽ മാത്രമേ നമുക്ക് കണ്ടുകൊണ്ട് ആ വർക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്ലീൻ ദ മെഷീൻ ഓൺലി വെൻ ഇറ്റ് ഈസ് നോട്ട് ഇൻ മോഷൻ. ഇപ്പോൾ ഒരു മെഷീൻ നമ്മൾ ക്ലീൻ ചെയ്യാൻ നേരത്ത് അത് ഓഫാക്കിയതിന് ശേഷം മാത്രമേ ക്ലീൻ ചെയ്യാവുള്ളൂ, നോട്ട് ഇൻ മോഷൻ. ഓക്കെ. സ്വീപ്പ് അവേ ദ മെറ്റൽ കട്ടിങ്സ്. ഇപ്പോൾ ഈ മെറ്റൽ കട്ടിങ്സ്, ഇപ്പം നമ്മൾ ഗ്രൈൻഡിങ്ങും ചിപ്പിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ മെറ്റൽ കട്ടിങ്സ് ഉണ്ടാവും മെഷീനിങ് ചെയ്യുന്ന സമയത്ത്. അത് നമ്മൾ അവിടെ നിന്ന് തൂത്ത് മാറ്റിയിരിക്കണം. ഓക്കെ. നോ എവരിത്തിങ് അബൌട്ട് ദ മെഷീൻ ബിഫോർ യു സ്റ്റാർട്ട്. ഇപ്പോൾ നമുക്കൊരു മെഷീൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച്, ഇപ്പോൾ ലെയ്ത്ത് മെഷീൻ, അപ്പോൾ അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ അത് സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ജനറൽ സേഫ്റ്റിയിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഇത് ജസ്റ്റ് എല്ലാ പോയിന്റും നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കുക. ഇപ്പോൾ പേഴ്സണൽ സേഫ്റ്റിയിൽ നിന്നായിരിക്കാം നമുക്ക് ക്വസ്റ്റ്യൻ കൂടുതൽ കയറി വരിക. ഇപ്പോൾ പേഴ്സണൽ സേഫ്റ്റി എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ആൾക്ക് വേണ്ട കാര്യങ്ങൾ, വിയർ എ 1 പീസ് ഓവറോൾ ഓർ ബോയിലർ സ്യൂട്ട്. അപ്പം ഒരു 1 പീസ് ഓവറോളോ ബോയിലർ സ്യൂട്ടോ ധരിച്ചിരിക്കണം വർക്കർ. കീപ് ദ ഓവറോൾ ബട്ടൺസ് ഫാസ്റ്റൺ. നേരത്തെ പറഞ്ഞ പോലെ ബട്ടൺസ് എല്ലാം ഫാസ്റ്റൺ ചെയ്തിരിക്കണം, അത് ഇട്ടിരിക്കണം. ഡോണ്ട് യൂസ് ടൈസ് ആൻഡ് സ്കാർ. ഇപ്പോൾ ടൈസോ, ഇപ്പോൾ നമുക്ക് ടൈസോ അതുപോലെ സ്കാർഫ്, നമുക്ക് കഴുത്തിലൊക്കെ കെട്ടുന്ന സ്കാർഫോ നമ്മളവിടെ യൂസ് ചെയ്യരുത്. റോൾ അപ്പ് ദ സ്ലീവ്സ് ടൈറ്റ്ലി എബോവ് ദ എൽബോ. നേരത്തെ പറഞ്ഞായിരുന്നു, എൽബോയ്ക്ക് എബോ ആയിട്ട് നമ്മൾ സ്ലീവ്സ് റോളപ്പ് ചെയ്തിരിക്കണം. വിയർ സേഫ്റ്റി ഷൂസ് ഓർ ബൂട്ട്സ്. അപ്പോൾ സേഫ്റ്റി ഷൂസോ ബൂട്ടോ നമ്മൾ ധരിച്ചിരിക്കണം. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഷൂസ് നമ്മൾ വർക്ക്ഷോപ്പ് പ്രാക്ടീസിൽ യൂസ് ചെയ്യരുത്. കട്ട് ദ ഹെയർ ഷോർട്ട് ഹെയർ ആയിരിക്കണം നമുക്ക് വേണ്ടത്. ഡോണ്ട് വിയർ എ റിങ്, വാച്ച് ഓർ ചെയിൻ. ഇപ്പോൾ റിങ്ങോ വാച്ചോ ചെയിനോ അതൊന്നും നമ്മൾ ധരിക്കരുത് വർക്ക്ഷോപ്പിൽ. ഓക്കെ. നെവർ ലീൻ ഓൺ ദ മെഷീൻ. അപ്പോൾ ആ മെഷീനിൽ നമ്മൾ ആശ്രയിച്ച് നിൽക്കരുത്. ഡോണ്ട് ക്ലീൻ ഹാൻഡ്സ് ഇൻ ദ കൂളൻറ്റ് ഫ്ലൂയിഡ്. ഇപ്പോൾ നമുക്ക് ആ മെഷീൻസിൽ ഇപ്പോൾ ഒരു കൂളൻറ്റ് ഫ്ലൂയിഡ് കാണും, അതിൽ പോയി നമ്മൾ കൈ കഴുകാനൊന്നും നിൽക്കരുത്. ഡോണ്ട് റിമൂവ് ഗാർഡ്സ് വെൻ ദ മെഷീൻ ഈസ് ഇൻ മോഷൻ. ഇപ്പോൾ ഒരു സേഫ്റ്റി ഗാർഡ്സും മിക്ക മെഷീൻസിലും കാണും. അപ്പോൾ ആ മെഷീൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ഗാർഡ്സ് റിമൂവ് ചെയ്യാൻ പാടില്ല. ഡോണ്ട് യൂസ് ക്രാക്ഡ് ഓർ ചിപ്ഡ് ടൂൾസ്. ഇപ്പോൾ ക്രാക്ക് ആയിട്ടുള്ളതോ ചിപ്ഡ് ആയിട്ടുള്ള ടൂൾസോ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. ഡു നോട്ട് സ്റ്റാർട്ട് ദ മെഷീൻ അൺടിൽ ദ വർക്ക് പീസ് ഈസ് സെക്യൂർലി മൗണ്ടഡ്. ഇപ്പോൾ ലെയ്ത്തിൻ്റെ കാര്യം എടുക്കാം. അപ്പോൾ ആ വർക്ക് പീസ് നമ്മൾ ആദ്യമേ ആ ചക്കിൽ മൗണ്ട് ചെയ്തതിന് ശേഷം മാത്രമേ, സെക്യൂർലി മൗണ്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ആ മെഷീൻ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. ദ ഫീഡ് മെഷീനറി ഈസ് ഇൻ ദ ന്യൂട്രൽ. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഫീഡ്, ഇപ്പോൾ ഒരു ഓട്ടോമാറ്റിക് ഫീഡ് കൊടുക്കുന്ന ഒരു മെഷീനാണെന്ന് ഓർത്തോ. അപ്പോൾ ആ ഫീഡ് മെഷീനറി ന്യൂട്രൽ പൊസിഷനിലാണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ മെഷീൻ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ ഓൾറെഡി കൊടുത്ത ഫീഡ് വെച്ച് അവിടെ കട്ടിങ് നടക്കും. ദ വർക്ക് ഏരിയ ഈസ് ക്ലിയർ. വർക്ക് ഏരിയ ക്ലിയർ ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്തിരിക്കണം. ഡോണ്ട് അഡ്ജസ്റ്റ് ക്ലാംസ് ഓർ ഹോൾഡിംഗ് ഡിവൈസസ് വൈൽ ദ മെഷീൻ ഈസ് ഇൻ മോഷൻ. ഒരു സേഫ്റ്റി ആസ്പെക്റ്റിൽ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡോണ്ട് അഡ്ജസ്റ്റ് ക്ലാംസ് ഓർ ഹോൾഡിംഗ് ഡിവൈസസ് വൈൽ മെഷീൻ ഈസ് ഇൻ മോഷൻ. ഒരു മെഷീൻ മോഷനിലായിരിക്കുന്ന സമയത്ത് ക്ലാമ്പോ അതിൻ്റെ ഹോൾഡിംഗ് ഡിവൈസസോ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പാടില്ല. നെവർ ടച്ച് ദ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് വിത്ത് വെറ്റ് ഹാൻഡ്സ്. ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് നമ്മൾ നനഞ്ഞ കൈകൊണ്ട് തൊടാൻ പാടില്ല. ഡോണ്ട് യൂസ് എനി ഫോൾട്ടി ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്. ഒരു ഫോൾട്ടി ആയിട്ടുള്ള ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്യരുത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഇപ്പോൾ ഒരു വയറ് അത് പിരിച്ച് 1 പീസ് വേണ്ട സ്ഥലത്ത് നമ്മളിങ്ങനെ ഷോർട്ട് സർക്യൂട്ട് വരുന്ന രീതിയിലുള്ള വയേഴ്സ് ഒന്നും നമ്മൾ യൂസ് ചെയ്യരുത്. ഒരു ഫോൾട്ടി ആയിട്ടുള്ള ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് നമ്മളവിടെ യൂസ് ചെയ്യരുത്. എൻഷുർ ദാറ്റ് ഇലക്ട്രിക്കൽ കണക്ഷൻസ് ആർ മെയ്ഡ് ബൈ ആൻ ഓതറൈസ്ഡ് ഇലക്ട്രീഷ്യൻ ഓൺലി. ഇപ്പം നമുക്ക് ഇലക്ട്രിക്കൽ വർക്ക് അറിയാമെന്ന് കരുതി നമ്മൾ കയറി ചെയ്യാൻ നിൽക്കരുത്. അതൊരു ഓതറൈസ്ഡ് ഇലക്ട്രീഷ്യനെ കൊണ്ട് മാത്രമേ ഇലക്ട്രിക്കൽ കണക്ഷൻസ് ഒക്കെ കൊടുക്കാവുള്ളൂ. കോൺസെൻട്രേറ്റ് ഓൺ യുവർ വർക്ക്, ഹാവ് എ കാം ആറ്റിറ്റ്യൂഡ്. അപ്പോൾ നമ്മൾ നമ്മുടെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, ഒരു കാം ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ പ്രകടിപ്പിക്കരുത്. ഓക്കെ. പിന്നെ പേഴ്സണൽ സേഫ്റ്റിയിൽ വരുന്നതാണ് ഡു തിങ്സ് ഇൻ എ മെത്തഡിക്കൽ വേ. അതായത് ഓരോ പ്രോസസ്സ് ചെയ്യുന്നതിന് ഒരു മെത്തേഡുണ്ട്, നമ്മുടെ വേയിൽ ചെയ്യരുത്. ഓക്കെ.
ഒരു പ്രോപ്പർ പ്രൊസീജിയർ കാണും. ആ മെത്തേഡിൽ മാത്രമേ ആ വർക്ക് ചെയ്യാവുള്ളൂ. ഡോണ്ട് എൻഗേജ് യുവർ സെൽഫ് ഇൻ കോൺവെർസേഷൻ വിത്ത് അതേഴ്സ് വൈൽ കോൺസെൻട്രേറ്റിംഗ് യുവർ ജോബ്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലെയ്ത്തിലൊക്കെ കാണും, കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ അടുത്ത കൂട്ടുകാരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ രീതിയിൽ നിൽക്കാൻ പാടില്ല. കോൺസെൻട്രേറ്റ് ഓൺ യുവർ ജോബ്. ഡോണ്ട് ഡിസ്ട്രാക്ട് ദ അറ്റൻഷൻ ഓഫ് അതേഴ്സ്. ഇപ്പോൾ ചില പിള്ളേർ കാണും അവിടെ കിടന്ന് അലമ്പുണ്ടാക്കുന്ന വർക്ക്ഷോപ്പിലൊക്കെ. അപ്പോൾ അത് മറ്റുള്ളവരുടെ അറ്റൻഷനെ ഡിസ്ട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ല. ഡോണ്ട് ട്രൈ ടു സ്റ്റോപ്പ് എ റണ്ണിങ് മെഷീൻ വിത്ത് ഹാൻഡ്സ്. ഒരു ചക്ക് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അത് നമ്മുടെ കൈ കൊണ്ട് പിടിച്ച് നിർത്താൻ ശ്രമിക്കരുത്. പ്രോപ്പറായിട്ട് ആ മെഷീൻ തന്നെ സ്റ്റോപ്പ് ചെയ്യുക. ഡോണ്ട് ട്രൈ ടു സ്റ്റോപ്പ് റണ്ണിങ് മെഷീൻ വിത്ത് ഹാൻഡ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പേഴ്സണൽ സേഫ്റ്റിയിൽ വരുന്നത്. അപ്പോൾ ഇതിലെ ഓരോ പോയിന്റും ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഓരോ മെഷീൻസുമായിട്ട് കണക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മളൊരു പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അത് മെഷീൻ സേഫ്റ്റിയിലാണോ വരുന്നത്, പേഴ്സണൽ സേഫ്റ്റിയിലാണോ, ജനറൽ സേഫ്റ്റിയിലാണോ. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യനോ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയ ആണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മെഷീൻ സേഫ്റ്റി. സ്വിച്ച് ഓഫ് ദ മെഷീൻ ഇമ്മീഡിയറ്റ്ലി ഇഫ് സംതിങ് ഗോസ് റോങ്. ഇപ്പോൾ ഒരു മെഷീനിൽ നിന്ന് അൺനെസറി ആയിട്ടുള്ളൊരു നോയ്സോ കേൾക്കുന്നു. ഓക്കെ, അപ്പോൾ ആ മെഷീൻ നമ്മൾ ഉടനെ തന്നെ ഓഫ് ചെയ്തിരിക്കണം. ഇപ്പോൾ കീപ് ദ മെഷീൻ ക്ലീൻ. ഈ കീപ് ദ മെഷീൻ ക്ലീൻ എന്ന് പറയുന്നത് പലരും ചോദിക്കാം, മെഷീൻ സേഫ്റ്റി. അപ്പം രണ്ടിലും വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ട. ഓക്കെ, റീപ്ലേസ് എനി വേൺ ഔട്ട് ഓർ ഡാമേജ് അക്സസറീസ്, ഹോൾഡിംഗ് ഡിവൈസസ്, നെറ്റ് ബോൾസ് എക്സെട്ര ആസ് സൂൺ ആസ് പോസിബിൾ. ഇപ്പോൾ ഡാമേജ് ആയിട്ടുള്ള അക്സസറീസ് അല്ലെങ്കിൽ ഹോൾഡിംഗ് ഡിവൈസസ്, നെറ്റ്, ബോൾട്ട്, ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ റീപ്ലേസ് ചെയ്തിരിക്കണം. ഡു നോട്ട് അറ്റംപ്റ്റ് ഓപ്പറേറ്റിംഗ് ദ മെഷീൻ അൻറ്റിൽ യു നോ ഹൗ ടു ഓപ്പറേറ്റ് ഇറ്റ് പ്രോപ്പർലി. ഇപ്പോൾ ഒരു മെഷീൻ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ പോകാൻ നേരത്ത് അതിനെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷം മാത്രമേ ഓപ്പറേറ്റ് ചെയ്യാവുള്ളൂ. ഓക്കെ, ഡു നോട്ട് അഡ്ജസ്റ്റ് ടൂൾ ഓർ വർക്ക് പീസ് അൺലെസ് ദ പവർ ഈസ് ഓഫ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ടൂളോ വർക്ക് പീസോ പവർ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാവൂ, അല്ലാതെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. സ്റ്റോപ്പ് ദ മെഷീൻ ബിഫോർ ചേഞ്ചിങ് ദ സ്പീഡ്. ഇപ്പോൾ ഒരു മെഷീൻ, ഇപ്പോൾ നമുക്കൊരു ലെയ്ത്ത് മെഷീൻ എടുക്കാം. അപ്പോൾ അതിൻ്റെ സ്പീഡ് ചേഞ്ച് ചെയ്ത് ശേഷം മാത്രമേ സ്റ്റോപ്പ് ചെയ്യാവുള്ളൂ. സ്റ്റോപ്പ് ദ മെഷീൻ ബിഫോർ ചേഞ്ചിങ് ദ സ്പീഡ്. അപ്പോൾ നമുക്ക് സ്പീഡ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യമേ ആ മെഷീൻ സ്റ്റോപ്പ് ചെയ്യണം, അതിനുശേഷം മാത്രമേ നമ്മൾ സ്പീഡ് ചേഞ്ച് ചെയ്യാവുള്ളൂ. ഡിസെൻഗേജ് ഓട്ടോമാറ്റിക് ഫീഡ് ബിഫോർ സ്വിച്ചിങ് ഓഫ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ലെയ്ത്തിൻ്റെ ഏരിയയിൽ നിന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഓട്ടോമാറ്റിക് ഫീഡ് ഡിസെൻഗേജ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യാവുള്ളൂ മെഷീൻ. ഓക്കെ, ചെക്ക് ദ ഓയിൽ ലെവൽ ബിഫോർ സ്റ്റാർട്ടിങ് ദ മെഷീൻ. അപ്പോൾ ഇത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം, ഒരു മെഷീൻ സേഫ്റ്റിയിൽ വരുന്നതാണ്. ഓയിൽ ലെവൽ നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം മെഷീൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ. നെവർ സ്റ്റാർട്ട് എ മെഷീൻ അൺലെസ് ഓൾ ദ സേഫ്റ്റി ഗാർഡ്സ് ആർ ഇൻ പൊസിഷൻ. അപ്പോൾ എല്ലാ സേഫ്റ്റി ഗാർഡ്സും ആ പൊസിഷനിലുണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ മെഷീൻ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. ടേക്ക് മെഷർമെൻറ്റ്സ് ഓൺലി ആഫ്റ്റർ സ്റ്റോപ്പിംഗ് ദ മെഷീൻ. അപ്പോൾ ഒരു മെഷീൻ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ മെഷർമെൻറ്റ് എടുക്കാവുള്ളൂ. ഇപ്പോൾ ലെയ്ത്തിലൊക്കെ നമുക്ക് ഒരു ഡയമീറ്റർ കുറക്കണം. ഓക്കെ, അപ്പോൾ ആ മെഷീൻസ് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ വെർണിയർ കാലിപ്പറൊക്കെ വെച്ചിട്ട് നമ്മളത് മെഷർ ചെയ്യാവുള്ളൂ ഡയ എത്രയായെന്ന്. ഓക്കെ, യൂസ് വുഡൻ പ്ലാങ്ക്സ് ഓവർ ദ ബെഡ് വൈൽ ലോഡിങ് ആൻഡ് അൺലോഡിങ് ഹെവി ജോബ്സ്. അപ്പോൾ ഈ പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇപ്പോൾ നമ്മൾ ലോഡ് ചെയ്യുന്ന സമയത്തും അൺലോഡ് ചെയ്യുന്ന സമയത്തും വുഡൻ പ്ലാങ്ക്സ്, ഇപ്പോൾ ലെയ്ത്തിൻ്റെ കേസിലാണെങ്കിൽ ആ ബെഡിൽ വെച്ചിരിക്കണം. പിന്നെ ഇതുപോലെയുള്ള ബോക്സിൽ വരുന്ന സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് വായിച്ച് വെച്ചേക്കുക. ക്വസ്റ്റ്യൻ ഈ രീതിയിൽ വേണേൽ ചോദിക്കാം. സേഫ്റ്റി എന്ന് പറയുന്നൊരു കൺസെപ്റ്റാണ്, അതിനെ മനസ്സിലാക്കുക, അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. സേഫ്റ്റി എന്ന് പറയുന്ന ഒരു ഹാബിറ്റാണ്, അതിനെ കൾട്ടിവേറ്റ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സേഫ്റ്റി ആസ്പെക്റ്റിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് PPE അഥവാ ക്വസ്റ്റ്യൻ, ഡയറക്റ്റഡ് ക്വസ്റ്റ്യൻ വേണേൽ ചോദിക്കാം സിമ്പിൾ ലെവലായിട്ട്. അതിൻ്റെ ഫുൾ ഫോം പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്. അപ്പോൾ നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്. ഇപ്പോൾ PPE കിറ്റൊക്കെ കോവിഡ് വന്ന സമയത്ത് ഫേമസ് ആണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. PPE എന്താണ്? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റാണ് PPE എന്ന് പറയുന്നത്. ഡിവൈസസ്, എക്യുപ്മെൻറ്റ്സ് ഓർ ക്ലോത്തിങ് യൂസ്ഡ് ഓർ വേൺ ബൈ ദ എംപ്ലോയീസ് ആസ് എ ലാസ്റ്റ് റിസോർട്ട് ടു പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് ഹസാർഡ്സ് ഇൻ വർക്ക് പ്ലേസ്. അപ്പോൾ ഒരു എക്യുപ്മെൻറ്റ് അല്ലെങ്കിൽ ഡിവൈസ് ആകാം, അല്ലെങ്കിൽ ക്ലോത്തിങ് ആകാം. അപ്പോൾ അത് നമ്മൾ വിയർ ചെയ്യുന്നു. ഓക്കെ, എംപ്ലോയീസ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹസാർഡ്സിൽ, വർക്ക് പ്ലേസിൽ കുറേ ഹസാർഡ്സ്, അപകടങ്ങളുണ്ടാകും. അപ്പോൾ അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ദ പ്രൈമറി അപ്രോച്ച് ഇൻ എനി സേഫ്റ്റി എഫേർട്ട് ഈസ് ദാറ്റ് ദ ഹസാർഡ് ടു ദ വർക്ക്മാൻ ഷുഡ് ബി എലിമിനേറ്റഡ്. ഇപ്പോൾ പ്രൈമറി അപ്രോച്ച് ഇൻ സേഫ്റ്റി എഫേർട്ട് എന്താണെന്ന് വേണേൽ ചോദിക്കാം. അത് വർക്ക്മാൻ ഉണ്ടാകുന്ന ഹസാർഡ് ടു ദ വർക്ക്മാൻ ഷുഡ് ബി എലിമിനേറ്റഡ് ഓർ
വർക്ക്മെൻ ത്രൂ ദ യൂസ് ഓഫ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് കൺട്രോൾഡ് ബൈ എഞ്ചിനീയറിംഗ് മെത്തേഡ്സ്. അപ്പോൾ ഒരു വർക്ക്മെനെ നമുക്ക് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് കൺട്രോളിൽ നിർത്താം ബൈ എഞ്ചിനീയറിംഗ് മെത്തേഡ്സ് റാദർ ദാൻ പ്രൊട്ടക്റ്റിംഗ് ദ വർക്ക്മെൻ ത്രൂ ദ യൂസ് ഓഫ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്. അപ്പോൾ ഒരു പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് ധരിച്ചതുകൊണ്ട് മാത്രം നമുക്ക് സേഫ്റ്റി ഉറപ്പുവരുത്താൻ പറ്റത്തില്ല. അതുകൂടാതെ ഈ വർക്ക്മെനെ നമുക്ക് എഞ്ചിനീയറിംഗ് മെത്തേഡ്സ് വഴി പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് കൺട്രോൾ കൊടുക്കാം. ഓക്കെ, അതിൽ തന്നെ ഈ എഞ്ചിനീയറിംഗ് മെത്തേഡ്സ് എന്ന് പറയുന്നത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആണ്, അതൊന്നും പ്രാവർത്തികമായിട്ടില്ല എന്നാണ് പറയുന്നത്. എഞ്ചിനീയറിംഗ് മെത്തേഡ്സ് കുഡ് ഇൻക്ലൂഡ് ഡിസൈൻ ചേഞ്ച്, substitution ventilation, mechanical handling, automation, etc. in situation where it is not possible to introduce any effective engineering methods for controlling hazards, the workman shall use appropriate types of PPA. ഇപ്പോൾ നമുക്കൊരു എഞ്ചിനീയറിംഗ് മെത്തേഡ്സ് വെച്ച് അപ്പോൾ അതിലെന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? ഡിസൈൻ ചേഞ്ച്, ഇപ്പം നമുക്ക് ആ വർക്ക് ചെയ്യേണ്ട പ്ലേസ്, അപ്പോൾ അതിൻ്റെ വർക്കിൻ്റെ ആ ഡിസൈൻ ചേഞ്ച് ചെയ്യാം. പിന്നെ വെന്റിലേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മെക്കാനിക്കൽ ഹാൻഡ്ലിങ്, നമുക്ക് ഓട്ടോമേഷൻ എക്സെട്ര അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുത്ത് അവിടെ സേഫ്റ്റി ആസ്പെക്റ്റിൽ നമുക്ക് പേഴ്സൺസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം. ഓക്കെ, എന്നാലും ഈ ഹസാർഡ്സിനെ കൺട്രോൾ ചെയ്യാൻ വർക്ക്മാൻ അപ്രോപ്രിയേറ്റ് ടൈപ്പ് ഓഫ് PPE ധരിച്ചിരിക്കണം. ഇതിൽ നിന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ ടേബിളാണ്. ഓക്കെ, ഈ PPA 1 എന്താണ്, PPA 2 എന്താണ്, ആ രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം. ബാക്കിയുള്ള ഏരിയസ് ജസ്റ്റ് നമുക്ക് വായിച്ചുവിടാം. ഓക്കെ, as changing times have modernized the workplace, government and advocacy groups have brought more safety standards to all sorts of work environment. The Factories Act, ഇപ്പോൾ ഫാക്ടറീസ് ആക്ട് വേണേ ചോദിക്കാം. ഫാക്ടറീസ് ആക്ട് 1948, okay, and several other labor legislation 1996 have provisions for effective use of appropriate types of PPA. അപ്പോൾ PPAയുടെ കാര്യത്തിൽ ഏതൊക്കെ നിയമങ്ങളാണുള്ളത്? ഫാക്ടറീസ് ആക്ട് ഉണ്ട് 1948, പിന്നെ അതർ ലേബർ ലെജിസ്ലേഷൻസ് ഉണ്ട് 1996. യൂസ് ഓഫ് PPA ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ PPA എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വേസ് ടു ഇൻഷുർ വർക്ക് പ്ലേസ് സേഫ്റ്റി ആൻഡ് യൂസ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് എഫക്റ്റീവ്ലി. ഒരു എഫക്റ്റീവായിട്ട് PPA നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം? ഓക്കെ, വർക്കേഴ്സ് ടു ഗെറ്റ് അപ് ടു ഡേറ്റ് സേഫ്റ്റി ഇൻഫർമേഷൻ ഫ്രം ദ റെഗുലേറ്ററി ഏജൻസീസ് ദാറ്റ് ഓവർസീസ് വർക്ക് പ്ലേസ് സേഫ്റ്റി ഇൻ ദെയർ സ്പെസിഫിക് ഏരിയ. അപ്പോൾ നമുക്കൊരു അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ റെഗുലേറ്ററി ഏജൻസീസിൽ നിന്ന് കിട്ടിയിരിക്കണം. ഓക്കെ, ഇപ്പോൾ ഒരാൾ വർക്ക് ചെയ്യുന്ന ഒരു സ്പെസിഫിക് ഏരിയയിൽ ടു യൂസ് ഓൾ അവൈലബിൾ ടെക്സ്റ്റ് റിസോഴ്സസ് ദാറ്റ് മേ ബി ഇൻ ദ വർക്ക് ഏരിയ ആൻഡ് ആപ്ലിക്കബിൾ സേഫ്റ്റി ഇൻഫർമേഷൻ ഓൺ ഹൗ ടു യൂസ് PPA ബെസ്റ്റ്. ഒരു സേഫ്റ്റി ഇൻഫർമേഷൻ നമ്മൾ കൊടുത്തിരിക്കണം. ഈ PPA ഏത് രീതിയിൽ യൂസ് ചെയ്യുന്നതാണ് ഒരു വർക്ക്മാന് ബെസ്റ്റ് ആയിട്ടുള്ളത്. വെൻ ഇറ്റ് കംസ് ടു ദ മോസ്റ്റ് കോമൺ ടൈപ്സ് ഓഫ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് ലൈക്ക് ഗോഗിൾസ്, gloves or body suits, these items are much less effective if they are not worn at all times or whenever a specific danger exists in a work process. Using PPA consistently will help to avoid some common kinds of industrial accidents. അപ്പോൾ നമുക്ക് മോസ്റ്റ് കോമൺ ടൈപ്സ് ഓഫ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഗൂഗിൾസ്, ഗ്ലൗസ്, ബോഡി സ്യൂട്ട്സ് ആണ്. അപ്പോൾ ഈ സാധനങ്ങൾ എന്ന് പറയുന്നത് ലെസ് എഫക്റ്റീവ് ആണ്. ദേ ആർ നോട്ട് വൺ ഓൾ അറ്റ് ടൈംസ്. ഇപ്പോൾ എല്ലാ നേരത്തും ഇത് ധരിക്കുക എന്ന് പറയുന്നത് ലെസ് എഫക്റ്റീവ് ആണെങ്കിൽ, ഓർ വെനെവർ എ സ്പെസിഫിക് ഡേഞ്ചർ എക്സിസ്റ്റ് ഇൻ എ വർക്ക് പ്രോസസ്, ഒരു വർക്ക് പ്രോസസ്സിൽ ഡേഞ്ചർ എക്സിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ധരിക്കണമെന്ന് ഉള്ളെങ്കിൽ, യൂസിങ് PPA കൺസിസ്റ്റൻ്റ്ലി വിൽ ഹെൽപ്പ് ടു അവോയ്ഡ് സം കോമൺ കൈൻഡ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ്സ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ ആക്സിഡൻസിൽ നിന്ന് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിക്കും. അത് PPA ആണ്. ഓക്കെ, ആ അവോയ്ഡ് ചെയ്യാൻ. ഓക്കെ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് ഗിയർ ഈസ് നോട്ട് ഓൾവേസ് ഇനഫ് ടു പ്രൊട്ടക്ട് വർക്കേഴ്സ് എഗെയിൻസ്റ്റ് വർക്ക് പ്ലേസ് ഡേഞ്ചേഴ്സ്. അപ്പോൾ ഈ വർക്ക് പ്ലേസ് ഡേഞ്ചേഴ്സ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് നമ്മൾ ഇട്ടത് കൊണ്ട് മാത്രം നമുക്ക് സംരക്ഷണം തരത്തില്ല. നോയിങ് മോർ അബൌട്ട് ദ ഓവറോൾ കോണ്ടെക്സ്റ്റ് ഓഫ് യുവർ ആക്ടിവിറ്റി ക്യാൻ ഹെൽപ്പ് ടു ഫുള്ളി പ്രൊട്ടക്ട് ഫ്രം എനിത്തിങ് ദാറ്റ് മൈറ്റ് ത്രെറ്റൻ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓൺ ദി ജോബ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ആ പ്രോസസ്സ് അതെന്താണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പം ആ കോണ്ടെക്സ്റ്റിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ അതിൽ നിന്ന്, ആ ജോബിൽ നിന്ന് നമുക്ക് തന്നെ കിട്ടും. ഇൻസ്പെക്ഷൻ ഓഫ് ഗിയർ thoroughly to make sure that it has standard of quality and adequately protect the user should be continuously carried out. ഇപ്പോൾ നമ്മൾ സേഫ്റ്റി ഗൂഗിൾസ് ധരിക്കേണ്ട സ്ഥലത്ത് നമ്മൾ സാധാ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സേഫ്റ്റി സ്റ്റാൻഡേർഡ് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഒരു BIS സ്റ്റാൻഡേർഡ് കാണും, അല്ലെ ISI മാർക്ക് കാണും. അപ്പോൾ അതുപോലെയുള്ള സ്റ്റാൻഡേർഡ് എക്യുപ്മെൻറ്റ്സ് മാത്രമേ നമ്മൾ ഇതിലായിട്ട് യൂസ് ചെയ്യാവുള്ളൂ, PPA ആയിട്ട് യൂസ് ചെയ്യാവുള്ളൂ. ഓക്കെ, എങ്കിൽ മാത്രമേ കറക്റ്റ് ആയിട്ടുള്ള നമുക്ക് പ്രൊട്ടക്ഷൻ അതിൽ നിന്ന് ലഭിക്കത്തുള്ളൂ. പിന്നെ കാറ്റഗറീസ് ഓഫ് PPA സ്മോളേഴ്സ്. ഓക്കെ,
ഇപ്പോൾ PPA രണ്ട് തരത്തിലുണ്ട് മെയിൻലി. ഒന്ന് നോൺ റെസ്പിറേറ്ററിയും റെസ്പിറേറ്ററിയും. അപ്പോൾ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ഡിപ്പെൻഡിങ് അപ്പോൺ ദി നേച്ചർ ഓഫ് ഹസാർഡ് PPA is broadly divided into following two categories. അപ്പോൾ PPA നമുക്ക് രണ്ട് കാറ്റഗറീസ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് നോൺ റെസ്പിറേറ്ററി, those used for the protection against injury from outside the body, that is protecting the head, eye, face, hand, arm, tool, leg, foot, leg and other body parts. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ നോൺ റെസ്പിറേറ്ററി ആയിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ഹെഡ്, ഐ, ഫേസ്, ഹാൻഡ്, ആം, ഫുട്ട്, ലെഗ്, അതർ ബോഡി പാർട്സ്, ഇതിനെയൊക്കെ സംരക്ഷിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നോൺ റെസ്പിറേറ്ററി ആയിട്ടാണ് പറയുന്നത്. റെസ്പിറേറ്ററി എന്ന് പറയാൻ നേരത്തെ അറിയാം, ഇപ്പം നമുക്ക് ഇൻഹേലേഷൻ ഉണ്ടാകും, നമുക്ക് ഉള്ളിലേക്ക് ശ്വാസം വലിച്ചെടുക്കണം. ഓക്കെ, കണ്ടാമിനേറ്റഡ് എയർ ഉണ്ട്, അപ്പോൾ നമ്മളവിടെ മാസ്കോ അതുപോലെയുള്ള സേഫ്റ്റി പ്രൊട്ടക്ഷനോ നമ്മൾ യൂസ് ചെയ്യും. കാർബൺ കോട്ടഡ് ആയിട്ടുള്ള, ചാർക്കോൾ കോട്ടഡ് ആയിട്ടുള്ള റെസ്പിറേറ്ററി മാസ്ക് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ദോസ് യൂസ് ഫോർ പ്രൊട്ടക്ഷൻ ഫ്രം ഹാം ഡ്യൂ ടു ഇൻഹേലേഷൻ ഓഫ് കണ്ടാമിനേറ്റഡ് എയർ. ഇപ്പോൾ ഒരു വർക്ക് പ്ലേസിൽ അവിടെ ഡസ്റ്റും കാര്യങ്ങളെല്ലാം കാണും, ഇപ്പോൾ വെൽഡിങ് ചെയ്യുന്ന സമയത്ത് ഫ്യൂംസ് ഉണ്ടാകും, അപ്പോൾ അവിടെയൊക്കെ നമ്മൾ റെസ്പിറേറ്ററി ആയിട്ടുള്ള PPA ധരിച്ചിരിക്കണം. They are to meet the applicable BIS standards for different types of PPA. The guidelines on personal protective equipment is issued to facilitate the plant management in maintaining the effective program with respect to the protection of person against hazards, which cannot be eliminated or controlled by engineering method listed in table 1. അപ്പോൾ നമുക്ക് ഇനി നോക്കാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതൊക്കെയാണ് ആ PPA എക്യുപ്മെൻ്റ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കതിനൊരു ജസ്റ്റ് ഒരു ഫിഗർ എടുക്കാം. കാലാണെന്ന് ഇരിക്കുക, ഇത് കൈയാണെന്ന് ഓർക്കുക. ഓക്കെ, PPA 1 ഹെൽമെറ്റ്, തലയിൽ വെക്കുന്ന സാധനം. ഓക്കെ, PPA 2 എന്ന് പറയുന്നത് ഹെഡ്, ടെയിൽ എന്ന് ഓർക്കുക, സേഫ്റ്റി ഫുട്വെയർ. സെക്കൻഡ് വരുന്നത് നമ്മളിവിടെ ഒരു സേഫ്റ്റി ഷൂ കൊടുത്തിരിക്കുന്നു. അപ്പോൾ സേഫ്റ്റി ഫുട്വെയർ PPA 2 ആണ്. PPA 1 എന്ന് പറയുന്ന ഹെൽമെറ്റാണ്, PPA 2 എന്ന് പറയുന്ന സേഫ്റ്റി ഫുട്വെയർ ആണ്. 3 സേഫ്റ്റി റെസ്പിറേറ്ററി പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്. 3 എന്ന് പറയാൻ നേരത്ത് മൂക്കെന്ന് ഓർക്കുക. ഓക്കെ, PPA 3 എന്ന് പറയുമ്പോൾ മൂക്ക്, അതെന്ന് പറയുന്നത് റെസ്പിറേറ്ററി പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻ്റ് ആണ്. പിന്നെ PPA 4 എന്ന് പറയുന്നത് ആംസ് ആൻഡ് ഹാൻഡ്സ് പ്രൊട്ടക്ഷനാണ്. അപ്പോൾ ആംസിനെയോ ഹാൻഡ്സിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് PPA 4 വരുന്നത്. അപ്പോൾ അതിൽ ഹാൻഡ്സിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഗ്ലൗസൊക്കെ ഈ PPA 4ൻ്റെ അണ്ടറിൽ വരും. പിന്നെ PPA 5 എന്ന് പറയുന്നത് ഐസ് ആൻഡ് ഫേസ് പ്രൊട്ടക്ഷൻ. ഓക്കെ, ഇപ്പോൾ ഒരു വെൽഡിങ്ങിൻ്റെ ആസ്പെക്റ്റിൽ നോക്കാൻ നേരത്ത് ഇപ്പോൾ വെൽഡിങ് ഷീൽഡ് നമ്മൾ യൂസ് ചെയ്യുന്നു, അത് ഐസിനെയും ഫേസ് പ്രൊട്ടക്ഷനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഗൂഗിൾസ് ചോദിച്ചു കഴിഞ്ഞാലും ഈ PPA 5ൻ്റെ കാറ്റഗറിയിലായിരിക്കും വരുന്നത്, കാരണം ഐസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഐസ് 5. ഓക്കെ, ഇനി PPA 6 പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് ആൻഡ് ഓവറോൾ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഓവറോൾ ഉണ്ടല്ലോ. ഓക്കെ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഓവറോൾ അല്ലെങ്കിൽ ഏപ്രോണൊക്കെ ഈ PPA 6 വരുന്നതാണ്, ക്ലോത്തിങ് ആൻഡ് ഓവറോൾ. PPA 7 എന്ന് പറഞ്ഞാൽ 7 ഇയർ. ഓക്കെ, ഇയേഴ്സ് പ്രൊട്ടക്ഷൻ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇയർ പ്ലഗ്, ഇയർ മഫ്സ് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇയർ പ്ലഗ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഗ്രൈൻഡിങ് സമയത്തും ഫെറ്റ്ലിങ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ശബ്ദം കൂടുതലായിരിക്കും, അത് നമ്മുടെ കേൾവിയെ ബാധിക്കും. അത് ബാധിക്കാതിരിക്കാനായിട്ട് ധരിക്കുന്നതാണ് ഈ ഇയർ പ്ലഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു റബ്ബറൈസ്ഡ് ആയിട്ടുള്ളൊരു സാധനമായിരിക്കും, അത് നമ്മൾ ചെവിയിലോട്ട് തിരികെ വെക്കും. PPA 7 എന്ന് പറയുന്നത് ഇയേഴ്സ് പ്രൊട്ടക്ഷനാണ്. PPA 8 എന്ന് പറയുന്നത് സേഫ്റ്റി ബെൽറ്റാണ്, ഹാർനസ്. അപ്പോൾ നമ്മൾ മുകളിലോട്ടൊക്കെ കയറുന്ന ഒരു ഇതിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ സേഫ്റ്റി ബെൽറ്റ് ധരിച്ചിട്ടായിരിക്കും ലോങ് ആയിട്ടുള്ള, ഇപ്പം നമ്മൾ ഈ ടവറിൻ്റെ ഒക്കെ വർക്ക് ചെയ്യുന്നവരെ ശ്രദ്ധിച്ചാൽ കാണാം, ഇവിടെ ഒന്നും യൂസ് ചെയ്യാറില്ല, പക്ഷേ സേഫ്റ്റി ബെൽറ്റ് നമ്മൾ ധരിച്ചിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് PPA നിന്ന് മനസ്സിലാക്കാനുള്ളത്. PPA നമ്മൾ ജസ്റ്റ് PPA എന്താണെന്ന് അറിയുക, ബാക്കിയുള്ള കാര്യങ്ങൾ ചുമ്മാ വായിച്ചു വിട്ടാൽ മതി. ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഈ ടേബിളാണ്. അപ്പോൾ അതിൽ PPA 1 എന്ന് പറയുന്നത് ഹെൽമെറ്റാണ്, PPA 2 സേഫ്റ്റി ഫുട്വെയർ ആണ്, PPA 3 എന്ന് പറയുന്നത് മൂക്കാണെന്ന് ഓർക്കുക. 3 മൂക്ക്, അതെന്ന് പറയുന്നത് റെസ്പിറേറ്ററി പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻ്റ് ആണ്. PPA 4 എന്ന് പറയുന്നത് ആംസ് ആൻഡ് ഹാൻഡ്സ്. ഓക്കെ, നമുക്ക് 2 കൈയും 2 കാലും ഉണ്ട്, അതുകൊണ്ട് തന്നെ 4 ആ രീതിയിൽ വേണേൽ കണക്ട് ചെയ്ത് പഠിക്കാം. ആംസ് ആൻഡ് ഹാൻഡ്സ് ആണെന്ന് ഓർക്കുക. ഓക്കെ, പിന്നെ PPA 5 ഐസ് ആൻഡ് ഫേസ് പ്രൊട്ടക്ഷൻ ആണ്. അപ്പോൾ ഇതിൽ പറയുന്ന ഓരോ കോഡും ചിലപ്പോൾ ഒരു ബന്ധമില്ലാത്തൊക്കെ ആയിരിക്കും, പക്ഷേ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിനായിട്ടാണ് പറയുന്നത്. ഐസ് ആൻഡ് ഫേസ് പ്രൊട്ടക്ഷൻ ആണ് 5 വരുന്നത്. ഓക്കെ, PPA 6 എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് ആൻഡ് ഓവറോൾ. 6 എന്ന് പറയുന്നത് 6
ഏപ്രോൺ ആണെന്ന് ഓർക്കുക. അതായത് നമ്മുടെ ബോഡി പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 7 എന്ന് പറയുന്നത് 7 ഓക്കെ, 7 എന്നുള്ള രീതിയിൽ തന്നെ പഠിക്കുക. 7 എന്ന് പറയുന്നത് ഇയർ ആണെന്ന് ഓർക്കുക. ഓക്കെ, 8 എന്ന് പറയുന്നത് സേഫ്റ്റി ബെൽറ്റ് ഹാർഡ്നസ്. അപ്പോൾ ആ ടേബിൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. പിന്നെ ഓരോ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ ഹെഡ് പ്രൊട്ടക്ഷനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹെൽമെറ്റാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഹസാർഡ്സ്, അത് ഏത് ഹസാർഡ്സിൽ നിന്ന് നമ്മൾ സംരക്ഷിക്കും എന്നുള്ളതാണ്. ഫോളിങ് ഒബ്ജക്ട്സ്, ഇപ്പോൾ എന്തെങ്കിലും ഒബ്ജക്റ്റ് മുകളിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ടൂള് തലയിലോട്ട് വീണ് കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ പണി കിട്ടും. അപ്പോൾ ഫോളിങ് ഒബ്ജക്റ്റ്, സ്ട്രൈക്കിംഗ് അഗെയിൻസ്റ്റ് ഒബ്ജക്റ്റ്, ഇപ്പോൾ എന്തെങ്കിലും സ്ട്രൈക്കിംഗ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് തെറിച്ച് നമ്മുടെ തലയിൽ വീഴാൻ ചാൻസ് ഉണ്ട്. പിന്നെ സ്പാറ്റർ, ഇപ്പോൾ വെള്ളി ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ തന്നെ സ്പാറ്റേഴ്സൊക്കെ തെറിച്ച് തലയിൽ വീഴാനും മുടി കത്തി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം ഹെൽമെറ്റ് ആണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടി, ഈ ഹസാർഡ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഫോളിങ് ഒബ്ജക്റ്റ്, സ്ട്രൈക്കിംഗ് അഗെയിൻസ്റ്റ് ഒബ്ജക്റ്റ്, സ്പാറ്റർ. പിന്നെ ഫുഡ് പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ ഫിഗറിലോട്ട് നോക്കാൻ നേരത്ത് ആദ്യം കാണിച്ചിരിക്കുന്ന ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ഷൂവും രണ്ടാം കാണിച്ചിരിക്കുന്ന ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ബൂട്ടുമാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. ഇതിന് ഹൈ സ്ലിപ്പായിരിക്കും. ഓക്കെ, ഓയിൽ റെസിസ്റ്റൻ്റ് ആണ് ആൻഡ് ഇലക്ട്രിക് ഷോക്ക് പ്രൂഫ് സോളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിനിടയ്ക്കായിട്ടൊരു സ്റ്റീൽ ഇന്നർ സോൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റീലിൻ്റെ ടോ ക്യാപ്പ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ഷൂവിൽ ശ്രദ്ധിക്കാനുള്ളത്. സ്റ്റീൽ ഇന്നർ സോൾ ഉണ്ട്, ഹൈ സ്ലിപ്പ് ഓയിൽ റെസിസ്റ്റൻ്റ് ആണ് ആൻഡ് ഇലക്ട്രിക് ഷോക്ക് പ്രൂഫ് ആണ് സോളാണ് ഇതിൻ്റെത്. പിന്നെ ആ സോളിൽ ഒരു സ്റ്റീൽ ഇന്നർ സോൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഷൂസിൽ നോക്കാൻ നേരത്ത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ കണയെന്ന് പറയും. ഓക്കെ, ആംഗിൾസ് ടെൻഡനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല ഈ സേഫ്റ്റി ഷൂ. അപ്പോൾ സ്റ്റൗട്ട് ലെതർ പ്രിവെൻറ്റ്സ് ഇഞ്ചുറി ടു ദ ആംഗിൾസ് ടെൻഡൻ. അപ്പോൾ നമ്മുടെ കാലിൻ്റെ ആംഗിൾസ് ടെൻഡൻ എന്ന് പറയുന്ന നമുക്ക് കണങ്കാലെന്ന് പറയും. ഓക്കെ, ആ കണങ്കാലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ബൂട്ടാണെന്ന് ഓർത്തിരിക്കുക. പിന്നെ ഇവിടെ ഏതൊക്കെ ഹസാർഡ്സിനാണ് ഇത് പ്രിവെൻറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ ഹോട്ട് സ്പാറ്റർ, ഇപ്പം താഴത്ത് തെറിച്ച് വീണിട്ടുണ്ട്, അപ്പോൾ അതിൽ നമ്മൾ ചവിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കാല് പൊള്ളും. ഫോളിങ് ഒബ്ജക്ട്സ്, ഇപ്പോൾ എന്തെങ്കിലും താഴെ വീണ് കിടപ്പുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ കയ്യിലിരിക്കുന്ന ടൂള് നമ്മുടെ കാലിലോട്ട് വീണു, അപ്പോൾ അത് നമ്മുടെ കാലിൽ ഇഞ്ചുറി വരുത്തും. പിന്നെ ഒരു വെറ്റായിട്ടുള്ള വർക്കിംഗ് ഏരിയയിലൂടെ നമ്മൾ ബെയർ ഫൂട്ടിൽ നടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സ്ലിപ്പറി ആയിട്ടുള്ള ഒരു ചെരുപ്പിട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മളവിടെ തെന്നി വീഴാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ലെതർ, അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രൂട്ട് പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ലെതർ ലെഗ് ഗാർഡ്സ്, സേഫ്റ്റി ഷൂസ്, ഗം ബൂട്ട്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇതെല്ലാം ഫുഡ് പ്രൊട്ടക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ഷൂവും ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ബൂട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കൂടെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക. നെക്സ്റ്റ് വണ്ണെന്ന് പറയുന്നത് നോസ്. ഒരു നോസിനെ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഓക്കെ, എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? ഇപ്പോൾ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ കാണാം ഒരു മാസ്ക് കൊടുത്തിട്ടുണ്ട്, റെസ്പിറേറ്റർ പാഡ്. അതിന് പറയുന്നത് റെസ്പിറേറ്റർ പാഡ് ടു പ്രിവെൻറ്റ് ദ ഇൻഹേലേഷൻ ഓഫ് ടോക്സിക് ഫ്യൂംസ്. നമ്മളിവിടെ വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അവിടെ ഫ്യൂംസ് ഉണ്ടായി ടോക്സിക് ആയിട്ടുള്ള. ആ ഫ്യൂംസിൽ നിന്ന് നമ്മൾ സംരക്ഷിക്കാനായിട്ട് റെസ്പിറേറ്റർ പാഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടാകുന്ന ഫ്യൂംസിന് ഒരു എക്സോസ്റ്റ് ഡക്റ്റ് വഴി, ഇപ്പോൾ നമുക്ക് വീട്ടിൽ എക്സോസ്റ്റ് ഫാൻ കാണും ബാത്റൂമിൽ, അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഫോൾ സ്മെല്ലിനെ പുറത്തോട്ട് കളയാനായിട്ടാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഈ എക്സോസ്റ്റ് ആയിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള ഫ്യൂംസിനെ പുറത്തോട്ട് ഡക്റ്റ് വർക്ക് വഴി എക്സോസ്റ്റ് ചെയ്ത് കളയാനായിട്ടാണ് അഡ്ജസ്റ്റബിൾ ഹൂഡ് കണക്റ്റിംഗ് ടു എക്സോസ്റ്റ് ഡക്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൽ മെയിനായിട്ട് അസാഡ് ഉണ്ടാകുന്നത് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടാകും, അല്ലെങ്കിൽ ഫ്യൂംസ്, ഗ്യാസസ്, വേപ്പേഴ്സ് ഉണ്ടാകും. അതിന് നമ്മൾ നോസ് മാസ്ക് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, പിന്നെ ഹാൻഡ് പ്രൊട്ടക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന PPE ഏതാണെന്ന് ചോദിക്കും. എന്ന് പറയുന്നത് ഗ്ലൗസ് ആണ്. ഓക്കെ, അപ്പോൾ ഹീറ്റ് ബേൺ ഡ്യൂ ടു ഡയറക്റ്റ് കോണ്ടാക്ട്. ഇപ്പോൾ നമ്മൾ ഒരു ചുട്ട് പഴുത്തൊരു വർക്ക് പീസിൽ നമ്മൾ ബെയർ ഹാൻഡ് വെച്ച് തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൈക്ക് അത് പൊള്ളലേക്കും. ബ്ലോസ് സ്പാർക്ക് മോഡറേറ്റ് ഹീറ്റിലുള്ള സ്പാർക്ക് ബ്ലോ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ബ്ലോസ് സ്പാർക്ക് മോഡറേറ്റ് ഹീറ്റ്. ഇലക്ട്രിക് ഷോക്ക്, ഇപ്പോൾ ഇലക്ട്രിക് ഷോക്ക് ഇപ്പം ഫോൾട്ടി ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് എക്യുപ്മെൻറ്റിൽ നമ്മൾ ബെയർ ഹാൻഡിൽ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് അടിക്കാൻ ചാൻസ് ഉണ്ട്. അതേസമയം ആസ്പെറ്റോസ് ഗ്ലൗസോ ലെതർ ഗ്ലൗസോ ആയിട്ട് നമ്മളതിൽ തൊട്ട് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഷോക്കിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. അപ്പോൾ ഹാൻഡ് ഗ്ലൗസിൻ്റെ യൂസ് എന്തൊക്കെയാണെന്ന് ഈ രീതിയിലും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഇയർ പ്രൊട്ടക്ഷന് വേണ്ടി എന്താണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്, അല്ല ഐ പ്രൊട്ടക്ഷന് വേണ്ടി എന്താണ് യൂസ് ചെയ്യുന്നുള്ളതാണ്. ഐ പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഗൂഗിൾസ് ഉണ്ട്. ഗൂഗിൾസ് മാത്രമല്ല, ഫേസ് ഷീൽഡ് വരും, റേഡിയേഷൻ ഹാൻഡ് ഷീൽഡ് വരും, ഹെഡ് ഷീൽഡ് വരും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഐ പ്രൊട്ടക്ഷന് വേണ്ടി യൂസ് ചെയ്യും. അപ്പോൾ ഈ ഹാൻഡ് ഷീൽഡ് തന്നിട്ട് ഫേസ് പ്രൊട്ടക്ഷനും ഐ പ്രൊട്ടക്ഷനും തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഏത് ചൂസ് ചെയ്യും എന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. നമ്മളത് വെൽഡിങ്ങിൽ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ,
പിന്നെ ഇതിലുണ്ടാകുന്ന ഹസാർഡ്സ് ഐ പ്രൊട്ടക്ഷൻ, ഫ്ലൈയിങ് ഡസ്റ്റ് പാർട്ടിക്കിൾസ്, യു വി റേസ്, IR റേസ്, ഇൻഫ്രാറെഡ് റേസ്, ഹീറ്റ് ആൻഡ് ഹൈ എമൗണ്ട് ഓഫ് വിസിബിൾ. ഓക്കെ, ഇവിടെ വിസിബിൾ റേസ് എന്നും കൂടെ കാണും. ഓക്കെ, അപ്പോൾ യു വി റേസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനും ഇൻഫ്രാറെഡ് റേസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനും വിസിബിൾ റേസ്, ഓക്കെ, വിസിബിൾ റേസ്, ഹൈ എമൗണ്ട് ഓഫ് വിസിബിൾ റേസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടും നമ്മുടെ ഐ പ്രൊട്ടക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഗൂഗിൾസ്, ഫേസ് ഷീൽഡ് ഇതൊക്കെ യൂസ് ചെയ്യും. ഇപ്പം ഏത് റേയിൽ നിന്നാണ് പ്രൊട്ടക്റ്റ് ചെയ്യാത്തത്, ഉണ്ടാവാത്ത റേ ഏതാണെന്നുള്ള രീതിയിൽ വെൽഡിങ്ങിൽ ക്വസ്റ്റ്യൻ വരും. നമുക്ക് ആ വെൽഡിങ്ങിൻ്റെ ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണെന്ന് തോന്നുന്നു. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫേസ് പ്രൊട്ടക്ഷനാണ്. ഓക്കെ, ഐ പ്രൊട്ടക്ഷൻ കഴിഞ്ഞു, ഇനി ഫേസ് പ്രൊട്ടക്ഷനാണ്. അപ്പോൾ ഇവിടെ ഫേസ് പ്രൊട്ടക്ഷൻ നമ്മൾ ഹാൻഡ് സ്ക്രീൻ യൂസ് ചെയ്യാറുണ്ട്, വെൽഡിങ് ഹെൽമെറ്റും യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഹസാർഡ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. സ്പാർക്ക് ജനറേറ്റഡ് ഡ്യൂറിങ് വെൽഡിങ്, ഗ്രൈൻഡിങ്. ഇപ്പോൾ ഒരു വെൽഡ് ചെയ്യുന്ന സമയത്തോ ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്തോ അവിടെ സ്പാർക്ക് ജനറേറ്റ് ചെയ്യാം. വെൽഡിങ്, സ്പാറ്റർ, സ്ട്രൈക്കിങ്. ഇപ്പോൾ വെൽഡ് ചെയ്യുന്ന സമയത്ത് ആ സ്പാറ്റർ നമ്മുടെ ഫേസിലോട്ട് തെറിച്ച് വീഴാതിരിക്കാൻ വേണ്ടി നമുക്ക് ഫേസ് പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ ഹാൻഡ് സ്ക്രീനോ വെൽഡിങ് ഹെൽമെറ്റോ യൂസ് ചെയ്യാം. ഫേസ് പ്രൊട്ടക്ഷൻ ഫ്രം യു വി റേസ്. അപ്പോൾ ഫേസ് പ്രൊട്ടക്ഷൻ ഫ്രം യു വി റേസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഹാൻഡ് സ്ക്രീനോ വെൽഡിങ് ഹെൽമെറ്റോ ആണെന്ന് ഓർക്കുക. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫേസ് ഷീൽഡ് ഉണ്ട്, ഹെഡ് ഷീൽഡ് വിത്ത് ഓർ വിത്തൗട്ട് ഇയർ മഫ്. അപ്പോൾ നമുക്ക് ഹെഡ് ഷീൽഡ് ഉണ്ട്, അതിൽ തന്നെ വിത്ത് ഓർ വിത്തൗട്ട് ഇയർ മഫ്. ഇയർ മഫ് നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നുണ്ട് ഇയർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. ഓക്കെ, ഹെൽമെറ്റ് വിത്ത് വെൽഡേഴ്സ് സ്ക്രീൻ ഫോർ വെൽഡേഴ്സ്. ഇപ്പം വെൽഡേഴ്സ് സ്ക്രീന് നമുക്ക് ഹെൽമെറ്റിൽ യൂസ് ചെയ്യാം ഫോർ വെൽഡേഴ്സ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇയർ പ്രൊട്ടക്ഷനാണ്. ഓക്കെ, ഇയർ പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ ഇയർ മഫും ഇയർ പ്ലഗും ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഇയർ പ്ലഗ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ചരട് കാണും, രണ്ടറ്റത്ത് ഇതേപോലെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കും. ഇത് ജസ്റ്റ് നമ്മുടെ രണ്ട് ചെവിയിലും തിരികെ വെക്കും. അപ്പോൾ ഹൈ നോയ്സ് ലെവൽ ഹസാർഡ് അത് കുറക്കാനായിട്ടാണ്. ഇപ്പോൾ ഗ്രൈൻഡിങ് നമ്മൾ ഫിനിഷിംഗ് ഒക്കെ ചെയ്യുന്ന ചിപ്പിംഗ് ഒക്കെ ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഭയങ്കര നോയ്സ് ആയിരിക്കും. അപ്പോൾ ആ നോയ്സ് നമ്മുടെ കേൾവി ശക്തിയെ ബാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇയർ പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ ഇയർ പ്ലഗ്, ഇയർ മഫ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇയർ പ്ലഗ് എന്തായാലും നിങ്ങൾക്ക് ഓർമ്മയിൽ കാണും. ഇയർ മഫ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. ഓക്കെ, ഒരു ഹെഡ്സെറ്റ് പോലെ ഇരിക്കുന്ന ഐറ്റം ആണെന്ന് ഓർത്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ബോഡി പ്രൊട്ടക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ബോഡി പ്രൊട്ടക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന PPE നമ്പർ ഓർക്കുക. ഓക്കെ, എപ്രോൺ 6. ഓക്കെ, ബോഡി പ്രൊട്ടക്ഷന് ഹോട്ട് പാർട്ടിക്കിൾസ് നമ്മുടെ ബോഡിയിലേക്ക് തെറിച്ച് വീഴാതിരിക്കാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ലെതർ ഏപ്രോൺ ആയിരിക്കും നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് ഓവറോൾ ആയിട്ടുള്ള ആ സേഫ്റ്റിയുടെ ഓരോ പോയിൻ്റാണ്. ഇവിടെ ഹെൽമെറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ക്യാപ്പ് വിത്ത് സ്ലീവ്സ് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഏപ്രോൺ എന്ന് പറയുന്നത്. നമ്മൾ ഈ അടുക്കളയിലൊക്കെ മിക്കവരും യൂസ് ചെയ്യുന്നത്. ഹാൻഡ് ഗ്ലൗസ്, ഇത് ഏപ്രോൺ ആണ്. പിന്നെ ലെഗ് ഗാർഡ്സ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് PPA നിന്ന് പഠിക്കാനുള്ളത്. പിന്നെ ജസ്റ്റ് വായിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങളാണ്. ക്വാളിറ്റി ഓഫ് PPA മസ്റ്റ് മീറ്റ് ദ ഫോളോയിങ് ക്രൈറ്റീരിയ വിത്ത് റിഗാർഡ് ടു ഇറ്റ്സ് ക്വാളിറ്റി, പ്രൊവൈഡ് അബ്സല്യൂട്ട് ഫുൾ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് പോസിബിൾ ഹസാർഡ് ആൻഡ് PPAs. Be so designed and manufactured out of materials that it can withstand hazards against which it is intended to be used. അപ്പോൾ PPA ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല മെറ്റീരിയൽ ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ആ ഹസാർഡ്സിൽ നിന്ന് നമ്മുടെ ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ജസ്റ്റ് വായിച്ചു വിട്ടാൽ മതി. പിന്നെ സെലക്ഷൻ ഓഫ് PPA റിക്വയർസ് സർട്ടൺ കണ്ടീഷൻ. ഇപ്പോൾ നമ്മൾ എന്തിൻ്റെ പേരിലാണ് ഒരു PPA സെലക്ട് ചെയ്യുന്നത്, അതിന് സർട്ടൺ കണ്ടീഷൻസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് നേച്ചർ ആൻഡ് സിവിയറിറ്റി ഓഫ് ഹസാർഡ്. അപ്പോൾ ആ ഹസാർഡിൻ്റെ സിവിയറിറ്റി നേച്ചർ അനുസരിച്ചായിരിക്കും നമ്മളൊരു PPA സെലക്ട് ചെയ്യുന്നത്. ടൈപ്പ് ഓഫ് കണ്ടാമിനൻറ്റ്, ഇറ്റ്സ് കോൺസെൻട്രേഷൻ ആൻഡ് ലൊക്കേഷൻ ഓഫ് കണ്ടാമിനേറ്റഡ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു സോഴ്സ് ഓഫ് റെസ്പിറബിൾ എയർ. നേരത്തെ നോസ് പാഡ് യൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ മാസ്ക്. അപ്പോൾ അവിടെ എത്രത്തോളം കണ്ടാമിനൻ്റ് ഉണ്ട്, അതിൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണ്, കൂടുതലാണോ, ആ കണ്ടാമിനേറ്റഡ് ഏരിയയുടെ ലൊക്കേഷൻ എവിടെയാണ്, അതിന് അനുസരിച്ചിരിക്കും നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന PPA സെലക്ഷൻ. ഓക്കെ, എക്സ്പെക്റ്റഡ് ആക്ടിവിറ്റി ഓഫ് വർക്ക്മാൻ ആൻഡ് ഡ്യൂറേഷൻ ഓഫ് വർക്ക്, കംഫർട്ട് ഓഫ് വർക്ക്മാൻ വെൻ യൂസിങ് PPA. ഇപ്പോൾ ആ വർക്ക്മാൻ്റെ എക്സ്പെക്റ്റഡ് ആക്ടിവിറ്റി, എത്ര നേരത്തേക്കാണ് അയാൾ വർക്ക് ചെയ്യുന്നത്, അപ്പോൾ ഈ PPA ധരിച്ചുകൊണ്ട് അയാൾക്ക് വർക്ക് ചെയ്യാനുള്ള കംഫർട്ട്, ഇതെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ ഒരു PPA സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓൾ ഓഫ് ദ എബവ് വേണേൽ ചോദിക്കാം, ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ലിമിറ്റേഷൻ ഓഫ് PPA. ഇപ്പോൾ നമുക്കൊരു ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ കാണും, അപ്പോൾ അതിൽ ഈ PPA നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിൻ്റെ ലിമിറ്റേഷൻ എത്രയാണ്. അപ്പം ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സും ലിമിറ്റേഷൻ ഓഫ് PPA നമ്മൾ അറിഞ്ഞിരിക്കണം. ഈസി ഓഫ് മെയിൻ്റെനൻസ് ആൻഡ് ക്ലീനിങ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ PPA എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് മെയിൻറ്റെയിൻസ് ചെയ്യാനും ക്ലീൻ ചെയ്യാനും പറ്റുന്നവയായിരിക്കണം. പിന്നെ കൺഫോമിറ്റി ടു ഇന്ത്യൻ ഓർ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് അവൈലബിൾ ഓഫ് ടെസ്റ്റ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ISO അല്ലെങ്കിൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അംഗീകരിക്കുന്നതായിരിക്കണം. അതിനൊരു ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. പ്രോപ്പർ യൂസ് ഓഫ് PPAs, ഹാവിങ്
selected the proper type of PPA. It is essential that the workman wears it. Often the workman avoids using PPA. അപ്പോൾ ഈ PPA പ്രോപ്പറായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കണം. ഹാവിങ് സെലക്ടഡ് ദ പ്രോപ്പർ ടൈപ്പ് ഓഫ് PPA, ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ് ദ വർക്ക്മാൻ വെയേഴ്സ് ഇറ്റ്. ഓഫൺ ദ വർക്ക്മാൻ അവോയ്ഡ് യൂസിങ് PPA. PPA ധരിക്കൽ നിന്ന് വർക്ക്മാൻ അവോയ്ഡ് ചെയ്യാൻ പാടില്ല, അത് പ്രോപ്പറായിട്ട് വിയർ ചെയ്തിരിക്കണം. ഫോളോയിങ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ സൊല്യൂഷൻ ടു ദിസ് പ്രോബ്ലം. ദ എക്സ്റ്റെൻഡ് ടു വിച്ച് ദ വർക്ക്മാൻ അണ്ടർസ്റ്റാൻഡ്സ് ദ നെസസിറ്റി ഓഫ് യൂസിങ് PPA. ഇപ്പോൾ ആ വർക്ക്മാന് ആ PPA ധരിക്കുന്നതിൻ്റെ നെസസിറ്റി, ആവശ്യതയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. ദ ഈസ് ആൻഡ് കംഫർട്ട് വിത്ത് PPA ക്യാൻ ബി വേൺ വിത്ത് ലീസ്റ്റ് ഇൻ്റർഫറൻസ് ഇൻ നോർമൽ വർക്കിംഗ് പ്രൊസീജിയർ. അപ്പോൾ ഒരു PPA നമ്മൾ ധരിക്കാൻ നേരത്ത് അയാൾ ചെയ്യുന്ന വർക്കിനെ അത് ബാധിക്കരുത്. അപ്പോൾ ഒരു ലീസ്റ്റ് ഇൻ്റർഫറൻസ് ആയിരിക്കണം അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഈ PPA വേണം നമ്മൾ വർക്ക്മാന് കൊടുക്കാനായിട്ട്. ദ അവൈലബിൾ എക്കണോമിക്, സോഷ്യൽ ആൻഡ് ഡിസിപ്ലിനറി സാങ്ഷൻസ് വിച്ച് ക്യാൻ ബി യൂസ് ടു ഇൻഫ്ലുവൻസ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ വർക്ക്മാൻ. അപ്പോൾ നമ്മൾ എക്കണോമിക്, സോഷ്യൽ ആൻഡ് ഡിസിപ്ലിനറി സാങ്ഷൻസ് അവൈലബിൾ ആയിരിക്കണം. ഇത് ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ വർക്ക്മാൻ അവിടെ വർക്ക് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു കണ്ടീഷൻ നമ്മളവിടെ കൊടുത്തിരിക്കണം. ബെസ്റ്റ് സൊല്യൂഷൻ ടു ദിസ് പ്രോബ്ലം ഈസ് ടു മേക്ക് വിയറിംഗ് ഓഫ് PPA മാൻഡേറ്ററി ഫോർ എവരി എംപ്ലോയി. ഇത് നിർബന്ധമായിട്ടും ധരിച്ചിരിക്കണമെന്ന് എല്ലാ എംപ്ലോയീസിനെയും നമ്മൾ അറിയിച്ചിരിക്കണം. ഓക്കെ. ഇൻ അതർ പ്ലേസസ് എഡ്യൂക്കേഷൻ ആൻഡ് സൂപ്പർവിഷൻ നീഡ് ടു ബി ഇൻറ്റൻസിഫൈഡ് വെൻ എ ഗ്രൂപ്പ് ഓഫ് വർക്ക്മെൻ ആർ ഇഷ്യൂഡ് PPA ഫോർ ദ ഫസ്റ്റ് ടൈം. ഇപ്പം ഒരു എഡ്യൂക്കേഷനും സൂപ്പർവിഷനും നമ്മൾ ആവശ്യമായിട്ട് വരും. വെൻ എ ഗ്രൂപ്പ് ഓഫ് വർക്ക്മെൻ ആർ ഇഷ്യൂഡ് PPA ഫോർ ഫസ്റ്റ് ടൈം. ഒരു PPA ആദ്യമായിട്ടാണ് ഒരു വർക്ക്മാൻ നമ്മൾ കമ്പനിയിൽ പ്രൊവൈഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് വല്ല അറിവൊന്നും കാണത്തില്ല. അപ്പോൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക, സൂപ്പർവിഷനും അവിടെ ആവശ്യമായിട്ട് വരും. അപ്പോൾ PPAയിൽ നിന്ന് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്. പ്രധാനമായിട്ടും ആ ടേബിൾ നോക്കി വെക്കുക. പിന്നെ PPA എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്, അതെങ്ങനെയാണ് വർക്ക്മാനെ ധരിപ്പിക്കേണ്ടത്, ഓക്കെ, അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ സെഷനിൽ നോക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഈ സെഷൻ നിങ്ങൾ ഇന്ന് തന്നെ കാണുക, ഓക്കെ. നമുക്ക് പെൻഡിങ് വെക്കരുത്, ഓക്കെ. നമുക്ക് ചെറിയ സെഷനാണ്. അപ്പോൾ അത് ഇതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ ഒരു ഷോർട്ട് നോട്ടായിട്ട് തയ്യാറാക്കി വെക്കുക, എപ്പോഴും പറയാറുള്ളത് പോലെ. പിന്നെ ഇത് കണ്ടിന്യൂസ് ഇത് വായിക്കുക. അപ്പോൾ ഈ ഏരിയയിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. സേഫ്റ്റി എന്ന് പറയുന്നത് ഈ ടോപ്പിക്ക് എല്ലാ ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാംസിനും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഷീറ്റ് മെറ്റൽ ആയിക്കോട്ടെ, മെഷീനിസ്റ്റ് ആയിക്കോട്ടെ, ഫിറ്റർ ആയിക്കോട്ടെ, ടേണർ ആയിക്കോട്ടെ, RRTC ആയിക്കോട്ടെ, എല്ലാ എക്സാമിനും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ടോപ്പിക്കാണ് സേഫ്റ്റി എന്ന് പറയുന്നത്. അതിൽ തന്നെ ഈ PPAയുടെ കാര്യവും പേഴ്സണൽ സേഫ്റ്റി അതിൻ്റെ കാര്യവും ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഏരിയയാണ്. നമുക്കൊരു 5 മാർക്ക് സേഫ്റ്റി സിലബസിൽ നിന്ന് ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്ററിന് പ്രതീക്ഷിക്കാം. അപ്പം ഈ സെഷൻ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ PDF നമുക്ക് മെക്ഫിറ്റ് ടെലിഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മെക്ഫിറ്റ് ടെലിഗ്രാം ചാനലിൽ ഇല്ലാത്തവർ അപ്പോൾ അതിൽ ജസ്റ്റ് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ടെലിഗ്രാമിൽ ആ ചാനലിൻ്റെ ലിങ്ക് കിട്ടും, ഓക്കെ. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യുക. അപ്പം അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ വീഡിയോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഇപ്പം ട്രേഡ്സ്മാൻ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻ വന്നിരുന്നു. പിന്നെ അതിൻ്റെ ഒരു പാറ്റേൺ വേറെ രീതിയിലായിരുന്നു. അപ്പോൾ നമുക്കിതിന് ഡിപ്ലോമ ലെവൽ ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് ഡീൽ ചെയ്യാവുന്നതാണ്, ഓക്കെ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.